അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നത് ഒരു നാടകത്തിൻ്റെ പേരാണ്. ഒരു നാടകം എന്നതിനപ്പുറത്തേക്ക് കേരള ചരിത്രത്തിലെ സവർണരുടെ ഗതികെട്ട ജീവിതത്തെ പരിഷ്കരിച്ചുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് എത്തിച്ച എന്ന് പറഞ്ഞാൽ നമ്പൂതിരി അടക്കമുള്ള മനുഷ്യരെ മനുഷ്യരാക്കാൻ വേണ്ടി. അപ്പോൾ ആ വാക്കിൽ നിന്നൊരു പ്രത്യേകതയുണ്ട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം അതുവരെ നമ്പൂതിരി മനുഷ്യനായിരുന്നില്ല എന്നതാണ്. 1929 ഡിസംബർ 6-നാണ് ഈ നാടകം ആദ്യമായി എടക്കുന്നിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ നാടകത്തിൻ്റെ രചന VT ഭട്ടതിരിപ്പാടായിരുന്നു. VTയോടൊപ്പം MRB, പ്രേംജി, പ്രിയദത്ത തുടങ്ങിയിട്ടുള്ള അനേകം ആളുകൾ പങ്കെടുത്ത ഈ നാടകം കേരളത്തിൻ്റെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒന്നായിരുന്നു. ആ നാടകം മാത്രമല്ല, അതിന് തൊട്ട് പിന്നാലെ പിറ്റേ വർഷം 1930 MRB എഴുതിയ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നൊരു നാടകം, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ പ്രേംജി എഴുതിയ ഋതുമതി എന്ന നാടകം, അതിന് തൊട്ട് പിന്നാലെ നമ്പൂതിരി സ്ത്രീകൾ പലരും കൂടിയിരുന്ന് എഴുതിയ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നൊരു നാടകം. ഈ 4 നാടകങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന വലിയ ഒരു സാമൂഹ്യ പ്രക്രിയയ്ക്ക് ഇടവരുത്തിയത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ ഇവിടെയുള്ള ആളുകൾ മുഴുവൻ, ദലിതരടക്കമുള്ള ആളുകൾ അറിഞ്ഞോ അറിയാതെ പ്രഘോഷിക്കുന്ന ഒരു കാര്യം, നമ്പൂതിരിയുടെ പാരമ്പര്യം ബ്രാഹ്മണൻ്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്തോ മഹത്തായ ഒരു സംഭവമാണെന്നാണ്. സത്യത്തിൽ കേരളത്തിൻ്റെ സമൂഹ രൂപീകരണ ചരിത്രം പഠിച്ചുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കേരളത്തിൽ ഏറ്റവും അവസാനം പരിഷ്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു നമ്പൂതിരിമാരെന്നുള്ളതാണ്. ഒരു തരത്തിലും മനുഷ്യത്വപരമായ അതൊന്നുമില്ലാതിരുന്ന 1914 കേരളത്തിലെ ദലിത് സ്ത്രീകൾ നാണം മറച്ചെങ്കിൽ 1925 കേരളത്തിലെ നായർ സ്ത്രീകൾ നാണം മറച്ചെങ്കിൽ 1931 മാത്രമാണ് നമ്പൂതിരി സ്ത്രീകൾ നാണം മറയ്ക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ അവരുടെ ഒരു ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ. ഏറ്റവും അപരിഷ്കൃതരായി ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു കേരളത്തിലെ നമ്പൂതിരിമാർ. ഞാനിത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നമ്പൂതിരിയോടുള്ള പ്രത്യേകത കൊണ്ട് പറയുന്നതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അറപ്പും വെറുപ്പും തോന്നിക്കുന്ന വളരെ മ്ലേച്ഛമായൊരു സംസ്കാരത്തിന് ഉടമകളായിരുന്നു കേരളത്തിലെ നമ്പൂതിരിമാരെന്ന് പറയുന്നത്. ഒരു സമൂഹത്തിലെ ആ ഒരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ജീവിതാവസ്ഥ എന്താണ് എന്നറിയണമെങ്കിൽ ആ സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനം എന്തായിരുന്നുവെന്നും അവരുടെ പദവി എന്താണ് എന്നും പരിശോധിച്ചാൽ മതി. ഉദാഹരണത്തിന് ഇസ്ലാം. ഇപ്പോഴും നമുക്കറിയാം ഇസ്ലാമിലെ സ്ത്രീകളുടെ പദവി എന്ന് പറയുന്നത് എത്രയോ മനുഷ്യർ എന്ന രീതിയിലുള്ള ഒരു പരിഗണന കേരളത്തിൽ പോലും ഇസ്ലാമിക സ്ത്രീകൾക്ക് 1-ാം പൗരയല്ല, 2-ാം പൗരയല്ല, 3-ാം പൗരത്വം പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അതുപോലെ കേരളത്തിലെ മറ്റ് മതസമൂഹങ്ങൾ, ആ മതസമൂഹങ്ങളിലൊക്കെ തന്നെ ഒരു പുരുഷാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന എല്ലാ സമുദായങ്ങളെങ്കിൽ അതിലേറ്റവും മ്ലേച്ഛമായ സംസ്കാരമായിരുന്നു നമ്പൂതിരിമാരുടെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1958 കേരള നമ്പൂതിരി ആക്ട് വരുന്നത്. അപ്പോൾ 1958 എന്ന് പറയുമ്പം കേരളമുണ്ടായി, ആദ്യത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് നമ്പൂതിരിമാരുടെ പേർക്ക് ഒരു നിയമം ഉണ്ടായത്. 1925 കേരള നായർ ആക്ട് വന്നു. നായർ ആക്ട് വന്നതിന് ശേഷമാണ് നായർ സമുദായത്തിലെ പുരുഷന്മാർക്ക് സ്വത്തിന് അവകാശം നൽകിക്കൊണ്ട് മരുമക്കത്തായത്തിന് പകരം മക്കത്തായം സ്ഥാപിച്ചുകൊണ്ടുള്ള നിയമങ്ങളുണ്ടാകുന്ന 1925 കേരള നായർ ആക്ട് വരുന്നത്. 1958 നമ്പൂതിരി ആക്ട് വന്നത്. നമ്പൂതിരി അതുവരെ വളരെ പ്രാകൃതമായ ഒരു സംസ്കാരമായ ഒരു ജീവിതമായിരുന്നു നയിച്ചതെന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം. പക്ഷേ നമ്മുടെ സിനിമാക്കാരും നാടകക്കാരും ഉണ്ടാക്കി വെച്ചൊരു ചിത്രമുണ്ട് നമ്മുടെ മുന്നിൽ. എന്താണ്? 4 കെട്ട് 8 കെട്ടിനെയോ കാണിച്ചിട്ട് അവിടെ പരിശോധന വളരെ സംസ്കൃത സമ്പന്നരായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് എന്നും അവരെല്ലാം ഇങ്ങനെ കേശാദിപാത സ്വർണം ധരിച്ചുകൊണ്ട് ഇങ്ങനെ ഉത്തരീയം ധരിച്ച് ഇങ്ങനെ എന്താണ് സാരിയെ കൊടുത്ത് പെണ്ണുങ്ങൾ നടന്നുവെന്നും ആണുങ്ങളെല്ലാം വലിയ ഉത്തരീയമൊക്കെ ഇട്ട് നടന്ന വലിയ ഉത്തുംഗമായൊരു സംസ്കാരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ സിനിമാക്കാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. പച്ച നുണയാണ്, ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യമാണ്.
അത് സിനിമാക്കാർക്ക് നാടകക്കാരും ഉണ്ടാക്കി വെച്ച ഒരു കഥ എന്നതിനപ്പുറത്തേക്ക് നമ്പൂതിരി ഇല്ലങ്ങളിലെ പെണ്ണുങ്ങൾ വീടിന് പുറത്തിറങ്ങുന്നത് അവർ ആദ്യമായി ബ്ലൗസ് ധരിക്കുന്ന 1931 അപ്പം മനസ്സിലായില്ല അവരുടെ അവസ്ഥ എന്തായിരുന്നു. ആദ്യമായി അക്ഷരം പഠിക്കുന്നവർ 30-കൾക്ക് ശേഷമാണ്. ആ മറക്കുട ഘോഷ എന്ന് പറയുന്ന വസ്ത്രം ബഹിഷ്കരിച്ചുകൊണ്ട് നാണം മറയ്ക്കുന്ന ചരിത്രം ഉണ്ടായത് 31 അതിന് നിദാനമായ നാടകങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അടുക്കളയിൽ നിന്ന് രംഗത്തേക്കും മറക്കുടയ്ക്കുള്ളിലെ മഹാനരകവും ഋതുമതിയും അതുപോലെ തൊഴിൽ കേന്ദ്രങ്ങളെന്ന് പറയുന്നത്. ഈ നമ്പൂതിരി എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണനല്ല. നമ്മളെല്ലാവരും പറഞ്ഞ് അവരെ ബ്രാഹ്മണരാക്കി. കേരളത്തിൽ ബ്രാഹ്മണർ നമ്പൂരിയാണ്. ബ്രാഹ്മണനും നമ്പൂരിയായിട്ടൊരു ബന്ധവുമില്ല. ബ്രാഹ്മണരുടെ 8 ഗോത്രങ്ങളിൽ പെടുന്നവരല്ല കേരളത്തിലെ നമ്പൂതിരിമാർ. കേരളത്തിലെ നമ്പൂതിരി എന്ന് പറയുന്നത് ഒരു സവിശേഷ വർഗമാണ്. അവർ കേരളത്തിന് പുറത്തുനിന്ന് വന്നവരുമല്ല. ഇതൊക്കെ പണ്ടത്തെ ചില ചരിത്രകാരന്മാർ ചോദിച്ചാൽ അവരിങ്ങനെ പർവ്വതം കടന്ന് ആര്യന്മാർ വിദേശത്തുനിന്ന് വന്ന് ഇന്ത്യ ഇടിച്ചു പൊളിച്ച് കയറി എന്നൊക്കെ പറയുന്ന കള്ളക്കഥയുണ്ടല്ലോ, അതൊന്നും ചരിത്രത്തിലുള്ളതല്ല. ആര്യന്മാരൊന്നും അങ്ങനെ പുറത്തുനിന്ന് വന്നിട്ട് ഇടിച്ച് കയറി ഇവിടെ യുദ്ധം നടത്തിയൊന്നും ഇന്ത്യ പിടിച്ചെടുത്തിട്ടൊന്നുമില്ല. അതൊക്കെ പഴയ പൊട്ടക്കഥകളെന്നപ്പുറത്തേക്ക് സിനിമാ കഥ എന്നപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ ഇന്ത്യയിലുള്ളവർ ആരും പുറത്തുനിന്ന് വന്നവരല്ല, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ രാവിലെ പറഞ്ഞ ജെനറ്റിക്സ് ഏറ്റവും പുതിയ ജനിതക പഠനങ്ങൾ അനുസരിച്ച് ഇന്ത്യയിലെ ആദിമ ജനത എന്ന് പറയുന്നത് നിലമ്പൂർ കാടുകളിലെ ചോലനായകന്മാരാണ്. അതാണ് ഏറ്റവും പുതിയ പഠനം. ഈ പഠനം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതുവരെ എഴുതിയ മുഴുവൻ മഹാചരിത്രങ്ങളും പൊളിഞ്ഞ് പപ്പടം പോലെ പൊടിഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വിദേശ ആദിമ അല്ലെങ്കിൽ ശക്തികൾ അല്ലെങ്കിൽ ബ്രാഹ്മണ്യമുള്ള വലിയ ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അവർ കേരളത്തിലേക്ക് വന്നതെന്നും കേരളത്തിൽ അവരാണ് സംസ്കാരം കൊണ്ടുവന്നതെന്നും അവരുടെ കൊച്ചുമക്കളാണ് നമ്മുടെ പാരമ്പര്യം. നമുക്കിപ്പോൾ കേരളത്തിലെ മുഴുവൻ സമുദായങ്ങളെ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. നായന്മാരുടെ കുടുംബചരിത്രം നോക്കുക, ക്രിസ്ത്യാനികളുടെ കുടുംബചരിത്രം, ഓർത്തഡോക്സുകാരനും ജാക്കോബൈറ്റുകാരനും എല്ലാം എഴുതി കുടുംബചരിത്രത്തിൽ ഞങ്ങളുടെ വല്യപ്പൻ്റെ ഒരു നമ്പൂതിരിയാണെന്ന് എഴുതി വെക്കുന്നവരാണ്. സ്വന്തം തൻ്റെ തള്ളിക്കളയുന്ന ഒരു ചരിത്രമാണ് അവരല്ല. ഇവിടുന്ന് കിട്ടി ഈ സാധനം എന്നറിയില്ല. നമ്പൂരി പിതാവായ എന്താ വലിയ വിശേഷമല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്പൂതിരി കേരളത്തിൽ ആവിർഭവിക്കുന്ന 8-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ 8-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലുണ്ടായ മക്കളെല്ലാം ആരായിരുന്നു? നമ്പൂതിരിമാരുടെ മക്കളായിരുന്നു. 8-ാം നൂറ്റാണ്ടിലാണ് നമ്പൂതിരി ആധിപത്യം കേരളത്തിലുണ്ടാകുന്നത്. നമ്പൂതിരിമാർ ദേവസ്വവും ബ്രഹ്മസ്വവും രാജസ്വമായി ഭൂമി ഇവിടെ പിടിച്ച് 8-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ ഭൂമിക്കാർക്കും അവകാശമില്ല. ഭൂമി ആരുടെയും പേര് എഴുതിയിട്ടിരുന്നില്ല. അവിടെ ആർക്കും ചെമ്പോല ഉണ്ടായിരുന്നില്ല, ആധാരം ഉണ്ടായിരുന്നില്ല, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. 8-ാം നൂറ്റാണ്ടിൽ നമ്പൂതിരി ആധിപത്യത്തോടുകൂടി നമ്പൂതിരിമാരാണ് എന്ത് ചെയ്തത്? അവരുടെ ഭൂമിയെല്ലാം ദേവസ്വത്തിൻ്റെയാണ്. ദേവൻ്റെ സ്വത്ത് ദേവസ്വം, രാജാവിൻ്റെ സ്വത്ത് രാജസം, ബ്രാഹ്മണൻ്റെ സ്വത്ത് ബ്രഹ്മസ്വം എന്നാക്കി ഭൂമിയുടെ ആധിപത്യം നേടുകയും ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് അവരാണ് 8-ാം നൂറ്റാണ്ടോടുകൂടി ആധിപത്യം സ്ഥാപിച്ചെടുത്തത്. ആ ആധിപത്യത്തിന് പുറത്തു നിന്നുകൊണ്ട് നമ്പൂതിരി പുരുഷ മേധാവിത്വത്തിൻ്റെ അതിഭീകരമായ അഴിഞ്ഞാട്ടങ്ങളായിരുന്നു കേരളത്തിൽ. അതിലെ വിശദാംശങ്ങളായി പോകുന്നില്ല. കേരള ചരിത്രത്തിൻ്റെ ഇകളടഞ്ഞേടുകളെന്ന് പറഞ്ഞ് ഒരു പുസ്തകമുണ്ട്, ഇളംകുളം കുഞ്ഞമ്പിള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം നമ്പൂതിരിമാരെക്കുറിച്ച് പറയും. നമ്പൂതിരിമാരുടെ പുളപ്പ് കാലം എന്നാണ് പറയുന്നത്. വളരെ 1-2 ലേഖനങ്ങൾ നമ്പൂതിരിമാരെക്കുറിച്ചുണ്ട്. ആ കാലത്തിലെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, എന്താണ് കഴകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തേവിടിശ്ശി സമ്പ്രദായം എന്നൊരു സമ്പ്രദായം കേരളത്തിലെ 8-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്നു. 8 തൊട്ട് ഏതാണ്ട് 12-14 വരെ. നമ്മളിതിപ്പം മാല കിട്ടുന്ന ഒരു കഴകമാണെന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ അന്ന് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കഴകമായിരുന്നു തേവിടിശ്ശികൾ. ദേവദാസികളെന്ന മനോഹര ഭാഷ, നന്നച്ചി, കൂത്തച്ചി, തേവിടിശ്ശി എന്നൊക്കെയുള്ള പേരിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം നമ്പൂതിരിമാർക്ക് പരസ്യ വ്യഭിചാരത്തിനുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ആളുകൾ. അതൊരു കഴകം എന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ഭാഗമായ ഒരു ജോലിയായിരുന്നു. പക്ഷേ പെണ്ണുങ്ങൾ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നിർത്തലാക്കി. അങ്ങനെ ദേവദാസികളില്ല. പക്ഷേ ഇപ്പോഴും വടക്കേ കേരളത്തിലൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ജീവിച്ച ഒരു വിഭാഗം ആളുകൾ, അതായത് ക്ഷേത്ര കേന്ദ്രീകൃതമായി ആധിപത്യം സ്ഥാപിക്കുകയും അവിടുത്തെ സ്വത്ത് വരുമാനങ്ങൾ അന്ന് ക്ഷേത്രത്തിനാണ് നെല്ല്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്നും അറിയില്ല, ഈ ക്ഷേത്രങ്ങളെല്ലാം ഒന്നിൽ വയലുകൾക്ക് നടുവിലോ വയലിന് സമീപമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആലും കാണും. എല്ലാ ക്ഷേത്രവും നിങ്ങൾ പരിശോധിച്ചോളാം. ചിലപ്പോൾ ഇപ്പം വയലൊക്കെ മൂടിപ്പോയിരിക്കും. ഈ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ധാന്യങ്ങൾ അല്ലെ കൊയ്ത് എടുക്കുന്ന നെല്ല് കൊണ്ട് വെക്കാനുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ക്ഷേത്ര വാക്കിനും അങ്ങനെ അർത്ഥമുണ്ട്, വയല ശിതിസ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചായിരുന്നു കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥ 8-ാം നൂറ്റാണ്ട് മുതൽ രൂപപ്പെടുന്നതും. കേരളത്തിലാണ്ട് 15 നമ്മുടെ ഈ അടുത്ത കാലം വരെയും ഈ ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള സാമ്പത്തിക ക്രമമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നുകൊണ്ട് ആ ക്ഷേത്രാധിപന്മാരായിരുന്ന നമ്പൂതിരിമാർ, തന്ത്രിമാരും മന്ത്രിമാരും പൂജാരികളും ഒക്കെ ആയിരുന്ന ആളുകൾ രാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറുകയും ചെയ്തൊരു സാമ്പത്തിക സ്ഥിതിയാണ് ഉണ്ടായിരുന്നതെങ്കിലും
ഇത് നമ്പൂതിരി പുരുഷന്മാരുടെ മാത്രം. നമ്പൂതിരി പുരുഷന്മാരെന്ന് പറയാൻ പറ്റില്ല. നമ്പൂതിരി ഇല്ലങ്ങളിലെ ഒരു വ്യവസ്ഥ എന്തായിരുന്നു ചോദിച്ചാൽ, നമ്പൂതിരിമാരിലെ മൂത്തയാൾ മാത്രമേ മൂസത് എന്ന് പറയും, മൂസംപൂരി എന്നോ മൂസത് എന്നൊക്കെ പറയും. ആ മൂസംപൂരിക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ആണുങ്ങളുണ്ടെങ്കിൽ ആണുങ്ങളെ വിളിച്ചുകൊടുന്ന പേര് അപ്പൻ എന്നാണ്. അപ്പനല്ല, അപ്പൻ. ഈ അപ്പൻ എന്ന് പറഞ്ഞാൽ പട്ടിയേക്കാളും കഷ്ടമുള്ള ഒരു ജീവിതമാണ്. അപ്പം നമ്പൂരി സമുദായത്തിലെ എല്ലാ നമ്പൂരി പുരുഷന്മാർക്കും ഈ പറയുന്ന യാതൊരു അവകാശവും ആ കുടുംബത്തിലുണ്ടായിരുന്നില്ല. 4 ആണുങ്ങളുണ്ട്, ഒരാൾക്ക് മാത്രമേ കുടുംബത്തിന് അവകാശം. ബാക്കി 3 പേരും ഇങ്ങനെ രാവിലെ ഇറങ്ങിക്കോണം, വീട്ടിൽ നിന്ന് ഇറങ്ങുക, കാണുന്നിടത്ത് കയറുക, പിന്നെ കഞ്ഞി കുടിക്കാൻ സമയമൊക്കെ വിളിക്കും, വന്ന് കഴിച്ചോളാനൊക്കെ പറയും. അല്ലാതെ വേറെ അവകാശങ്ങളൊന്നുമില്ല. അവർക്ക് വേണേൽ നാട്ടിലിറങ്ങി സംബന്ധം നടത്താം. സംബന്ധം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള വീട്ടിൽ, നായരുടെ വീട്ടിലോ പുലയൻ്റെ വീട്ടിലോ ഒക്കെ കയറി പെണ്ണുങ്ങളെ പ്രാപിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. അതാണ് നമ്മളീ പറയുന്ന വലിയൊരു സംസ്കാരമൊക്കെ ആയിട്ട് ഇവർ കൊള്ളിക്കൊണ്ടിരിക്കുന്നത്. VT ഭട്ടതിരിപ്പാട് ഈ നമ്പൂതിരികളെക്കുറിച്ച് പറഞ്ഞൊരു കമൻ്റുണ്ട്. നമ്പൂതിരിമാരുടെ ജീവിതം എന്താണെന്ന് വെച്ചാൽ, നമ്പൂതിരി ആണുങ്ങളുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഗർഭം ഉണ്ടാക്കുക. അപ്പോൾ നമ്പൂതിരി പെണ്ണുങ്ങളുടെ ജോലിയോ വെക്കുക, വിളമ്പുക, പ്രസവിക്കുക. ഇതായിരുന്നു നമ്മളീ പറഞ്ഞ് കഴിഞ്ഞ ഈ 19-20 നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടം വരെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൻ്റെ അവസ്ഥ അതായിരുന്നു. അവിടെ ഒരിക്കലും സ്ത്രീകളെന്ന് പറയുന്നവരെ യാതൊരു കാരണവശാലും മനുഷ്യരായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചൊരു കാവ്യഭാഷ പറഞ്ഞാൽ, കേരളത്തിലെ നമ്പൂതിരി ഇല്ലങ്ങൾ തകർന്നു പോയത് ഒരുപക്ഷെ പെണ്ണുങ്ങളുടെ കണ്ണുനീരിലായിരിക്കാം. കാരണം ഇത്രമാത്രം അധപ്പതിപ്പിക്കപ്പെട്ട മനുഷ്യജീവിതം നമുക്കറിയാം. ഞാൻ പറഞ്ഞു 1914 ആകുമ്പോഴേക്കും കേരളത്തിലെ ദലിത് സ്ത്രീകളുടെ പ്രത്യേകത, അല്ല പിന്നോക്കക്കാര സ്ത്രീകളുടെ പ്രത്യേകത, അവർ മറ്റുള്ളവരെക്കാളും മാന്യത, അവർക്ക് അയിത്തത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ ആ പ്രശ്നമില്ല. ഒരുമിച്ച് ജോലി ചെയ്യുകയും ഒരുമിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്യുന്നൊരു സംസ്കാരമായിരുന്നു ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ. നായർ സമുദായത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നായർ സ്ത്രീകളോട് നമ്പൂതിരിമാർക്ക് അയിത്തം ഉണ്ടായിരുന്നു. നമുക്കറിയാം, വിശാഖ തിരുനാൾ രാജാവ് മരിച്ച സമയത്ത് പോലും പുള്ളിയുടെ ഭാര്യ നായർ സ്ത്രീ ആയതുകൊണ്ട് അവരെ കയറ്റി കാണിച്ചില്ല, കൊട്ടാരത്തിൽ കയറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. അയാൾ കല്യാണം കഴിച്ചൊരു നായരായിപ്പോയി. അയാളുടെ മക്കളെ, ഭാര്യയും അയാളുടെ ശവം പോലും കാണിച്ചില്ല. പക്ഷെ നമ്മൾ ഈ കഥാകാരന്മാർക്ക് എഴുതി വെക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണു തെളിപ്പോകും. സത്യം പറഞ്ഞാൽ ഒരു നമ്പൂതിരി പെണ്ണുണ്ടാകുന്നത് തന്നെ ആ സമൂഹത്തിന് പാപമായിരുന്നു. പുരുഷക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ആർപ്പ് വിളിച്ച് സ്വീകരിക്കുകയും, ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്, മടലടിച്ച് ആയിരുന്നു അവർ സ്വീകരിച്ചത്. മടലടിക്കാന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ട് നിലത്ത് മടൽ തല്ലിയായിരുന്നു. കാരണം പെണ്ണുണ്ടാകുന്ന അവർക്ക് മോശമായിട്ടുള്ള ഒരു കാര്യം ആയിരുന്നു. 8 വയസ്സ് വരെ പെൺകുട്ടികൾ ഇലക്കോണം കൊടുത്താണ്. ഇലക്കോണം എന്ന് പറഞ്ഞാൽ ഇല ഇല്ല, അതായത് നീളമുള്ള ഇല എടുത്ത കോണം. 8ാം വയസ്സിൽ ഒരു പെണ്ണിന് കൊടുക്കുന്നത് ഉടുത്തു തുടങ്ങും എന്ന് പറഞ്ഞാൽ ഒരു കുറിയോണ്ട് കൊടുക്കും. അതായിരുന്നു. അങ്ങനെ കുറിയോണ്ട് കൊടുത്ത് 8ാം വയസ്സിൽ കുറിയോണ്ട് കൊടുത്താൽ പിന്നെ ആരും പുരുഷന്മാരെ സ്വന്തം സഹോദരനെ പോലും തൊടാൻ പാടില്ല, വീടിനും മുൻവശത്തുണ്ടാകാൻ പാടില്ല. 3/4 ഭാഗവും നഗ്നരായി നടന്നിരുന്നു. പുറത്തിറങ്ങി അഥവാ 8ാം വയസ്സിൽ ഋതുമതിയായാൽ പിന്നെ മറ്റൊരാളെ അന്യ പുരുഷനെയോ സ്വന്തം സഹോദരനെ പോലും സ്പർശിക്കാൻ പാടില്ല. എന്തെങ്കിലും കാരണവശാൽ വീടിന് പുറത്തിറങ്ങേണ്ടി വന്നാൽ തല മൂടിയ ഒരു പർദ്ദ പോലെ ഒരു സാധനം ധരിച്ചുകൊണ്ട് നടക്കാനാണ് ഘോഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറക്കുട, ഒരു കുടയല്ല 2 കുട, ഒരു കുട ഇങ്ങോട്ടും ഒരു കുട ഇങ്ങോട്ടും 2 കുടയും പിടിച്ചുകൊണ്ട് വേണമായിരുന്നു പോയിരുന്നത്. അതുപോലെ അന്നത്തെ നമ്പൂതിരി പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ നീട്ടിയ കാതായിരുന്നു. എന്ന് പറഞ്ഞാൽ കാത് ചെറുപ്പത്തിലെ കുത്തിയിട്ട് വലിയ ഓടയിട്ട് കാത് ഇങ്ങനെ തൂങ്ങുന്ന കാതുണ്ടാക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ സൗന്ദര്യത്തിനല്ല, നമ്പൂതിരി പുരുഷനെ പിടിച്ച് അടിക്കാനുള്ളൊരു സൗകര്യത്തിനാണ് ഈ കാത് നീട്ടിക്കൊണ്ടിരുന്നതാണ് വീട്ടിൽ പറയുന്നത്. നമ്മുടെ സിനിമക്കാർ പറയുന്നതല്ലേ, ലളിതാംബി അന്തർജനത്തിൻ്റെ ആത്മകഥ നിങ്ങൾ വായിച്ചെങ്കിൽ ലളിതാംബി അന്തർജനം പറയുന്നുണ്ട്, ആഴ്ചയിൽ 1 ദിവസമാണ് കുളിക്കാൻ അവകാശം, എണ്ണ തേച്ച് കുളിക്കാൻ. ആഴ്ചയിൽ 1 നേരം എണ്ണ തേച്ച് കുളിക്കാൻ അവകാശമുള്ളൂ. പൂ ചൂടാൻ പാടില്ല. മറ്റ് പുരുഷന്മാരുടെ അടുത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ എന്താണ്, ഇവരിങ്ങനെ തൊഴിമാരോട് കൂടി ഇങ്ങനെ കുളത്തിലേക്ക് പോകുന്നു, പാട്ട് പാടുന്നു, തുള്ളുന്നു, നീന്തി തുടിക്കുന്നു, അല്ലേ? ഭയങ്കര ആഘോഷമായിട്ട് സിനിമാക്കാർ കുഞ്ചാക്കമൊക്കെ നമ്മളെ കാണിക്കുന്നത്. പക്ഷേ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ 1 മാത്രമായിരുന്നു എണ്ണ തേച്ച് കുളിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ശാങ്കരസ്മൃതിയാണല്ലോ നമ്മുടെ ജാതി നിയമങ്ങളുടെ കൃത്യം. ശാങ്കരസ്മൃതിയിലെ സ്ത്രീയെക്കുറിച്ച് പറയുന്നത്, പ്രത്യേകിച്ച് നമ്പൂതിരി സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്, സ്മരണം കീർത്തനം കേളി പ്രേക്ഷണം ഗുഹ്യഭാഷണം സങ്കല്പോധ്യ വ്യവസായ ക്രിയാനിർമ്മിതി രേവച്ച എന്ന് പറഞ്ഞാൽ സ്മരണം കീർത്തനം കേളി ഇത് 3 ആരും അറിയാതെ ചെയ്യണം. പ്രേക്ഷണം എന്ന് പറയാൻ കാണുക എന്ന് പറയുന്നതോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സംഭാഷണം നടത്തുക എന്ന് പറയുന്നതോ നിരോധനമാണ്.
മറ്റുള്ള കാര്യങ്ങൾ വ്യഭിചരിച്ചാൽ സ്മാർത്ത വിചാരത്തിന് വിധേയമാകണം. ഇതായിരുന്നു പറഞ്ഞാൽ നമ്പൂതിരി പെണ്ണിന് വീടിന് പുറത്തിറങ്ങാനുള്ള യാതൊരു അവകാശവും ശാങ്കര സ്മൃതി കൊടുത്തിരുന്നില്ല. വിവാഹം എന്ന് പറയുന്നത് നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്നില്ല. വിധവ എന്ന് പറയുന്നത് ഇനി അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ വിധവകളുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ 1891 തിരുവിതാംകൂർ സെൻസസ് പ്രകാരം അന്ന് തിരുവിതാംകൂറിലെ പുരുഷന്മാർ 6768 സ്ത്രീകൾ 5627 എന്ന് പറഞ്ഞാൽ ആകെ 12395 പേര് സ്ത്രീ പുരുഷന്മാരായ നമ്പൂതിരി സമുദായത്തിലുണ്ടായിരുന്നെങ്കിലും മൂസുമാർ 1300 ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? മൂത്ത ആൾക്കേ കല്യാണം പറ്റത്തുള്ളൂ. അപ്പം 1300 പേര് 5627 പേരെ എങ്ങനെ കല്യാണം കഴിക്കും? ഒരാൾ 3 കല്യാണം കഴിച്ചാലും ശരാശരി 1600 1700 സ്ത്രീകൾ മിച്ചം വരും. തിരുവിതാംകൂറിൽ അന്ന് എന്നാ എടുക്കും? എന്നാ ഒന്നും എടുക്കാൻ ഇതെല്ലാം വൃദ്ധകന്യകളായി നിന്ന് മുടിഞ്ഞു പോകത്തുള്ളൂ. ഇതെല്ലാം വൃദ്ധകന്യ കല്യാണം. ഒരാൾ 3 കല്യാണം കഴിച്ചാൽ പോലും ഈ 1600 1700 സ്ത്രീകൾ നമ്പൂതിരി സ്ത്രീകൾ വെറുതെ നിന്ന് പോകും. വൃദ്ധരായ നമ്പൂതിരി കന്യകകൾ മരിച്ചാൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. ലോകത്തൊരു സമൂഹത്തിനുമില്ലാത്ത അത്ര മ്ലേച്ഛമായൊരു സംസ്കാരമായിരുന്നു. അങ്ങനെ ഒരു കന്യക വിവാഹം കഴിക്കാതെ ഒരു നമ്പൂതിരി പെണ്ണ് മരിച്ചാൽ നമ്പൂതിരി പുരുഷന് സ്വർഗം കിട്ടില്ല എന്നതുകൊണ്ട് ഈ ശവത്തെ വിവാഹം കഴിച്ച് ശവവുമായി ലൈംഗിക ബന്ധം പുലർത്തുക എന്നൊരു പ്രക്രിയ നമ്പൂതിരിമാർക്കിടയിലുണ്ട്. ലോകത്തെ ഏതെങ്കിലും ഒരു സമുദായത്തിൽ ഈ സമൂഹത്തെയാണ് നമ്മൾ ഉത്കൃഷ്ട ജാതി എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നത്? അവൻ്റെ കുടുംബത്തിൽ ജനിക്കണമെന്നാണ് ഇപ്പോഴും ഓരോ എംപിമാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന് തമിഴ്നാട്ടിൽ നിന്ന് പട്ടമാരെ ഇറക്കുമായിരുന്നു. അതുപോലെ ഈ പെണ്ണുങ്ങൾ മിച്ചം വന്നാൽ ഈ പെണ്ണുങ്ങളെ തമിഴ്നാട്ടിൽ വിൽക്കുമായിരുന്നു. ഇതൊക്കെ കേരളത്തിൽ നടന്ന കാര്യമാണ്, നമ്മളാരും ഉണ്ടായി പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേരളത്തിലെ നമ്പൂതിരി പെണ്ണുങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വിവാഹം കഴിക്കാൻ അവകാശമില്ല. വിവാഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കിളവൻ വന്നൊരു പുടവ കൊടുത്താൽ കല്യാണമായി. ഇത് ഏത് കിളവനാണ്, ഇയാൾ എവിടുന്ന് വരുന്നവണ്, ഇയാൾ എത്രാമത്തെ കല്യാണമാണ് എന്നൊന്നും ചോദിക്കാനുള്ള യാതൊരു അവകാശവും ഒരു നമ്പൂതിരി പെണ്ണിനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇയാൾ 3-ാം പക്കം എന്തെന്ന് ചോദിച്ചാൽ 3-ാം പക്കോ 4-ാം പക്കോ 14-ാം പക്കോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൾ വിധവയാണ്. ഇപ്പോൾ MRB കല്യാണം കഴിച്ച് ഉമാദേവി അന്തർജനം എന്ന് പറയുന്ന ആൾ, ആ ഉമാദേവി അന്തർജനത്തിൽ 4 ദിവസമായിരുന്നു വിവാഹം. 15-ാം വയസ്സിൽ കല്യാണം കഴിച്ചു. 4 ദിവസം അവർക്ക് വിവാഹ ജീവിതം ഉണ്ടായിരുന്നത്. 15-ാം ദിവസം ഈ കിളവൻ ചത്തുപോയി. ഇങ്ങനെ കിളവ ഒരു വിധവ ജീവിക്കുക. ആ MRBയുടെ അവരുടെ മകളുമായിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു ഇൻ്റർവ്യൂ നടത്തി അന്ന് വീഡിയോ ഇട്ടുണ്ട്. അതിൽ അവരുടെ മകൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. ഞാനീ പറയുന്നുണ്ടാക്കി പറയുന്ന കാര്യമല്ല. ആ ഒരു വിധവ എന്ന് പറയുന്നത് 15-ാം വയസ്സിലോ 16-ാം വയസ്സിലോ വിധവയാകുന്നൊരു പെണ്ണ് ആദ്യം അവിടെ താലി പറിച്ച് കളയും. 10 ദിവസം കുളിക്കണം. കുളിക്കാതെ പറഞ്ഞാൽ കുളത്തിലിറങ്ങി മുങ്ങി കയറി വരണം. തുണി പിഴിയാൻ പാടില്ല, തോർത്താൻ പാടില്ല, കട്ടിലിൽ കിടക്കാൻ പാടില്ല, നിലത്ത് ഈറിനോടുകൂടി നിലത്ത് കിടക്കണം. ദിവസത്തിൽ ഒരു നേരം ഉണക്കച്ചോറ് കൊടുക്കും, ഉപ്പ് കൊടുക്കത്തില്ല. അങ്ങനെ 1 വർഷത്തോളം ദീക്ഷ. ആ ദീക്ഷാകാലം കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? അന്യപുരുഷൻ്റെ മുന്നിൽ വരാനോ ഏതെങ്കിലും കർമ്മങ്ങളിൽ പങ്കെടുക്കാനോ പറ്റില്ല. ലോകത്തേതെങ്കിലും ഒരു സമൂഹത്തിൽ ഇത്ര പ്രാകൃതമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയോട് ഇത്ര ഭീകരമായി പ്രവർത്തിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സമുദായം, ഏതെങ്കിലും ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉന്നത കുലജാതി അല്ലെങ്കിൽ കുലസ്ത്രീ പാരമ്പര്യത്തിൻ്റെ വക്താക്കളായിട്ട് പറയുന്നത്. അത്ര ഭീകരമായൊരവസ്ഥയായിരുന്നു ഈ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടി, പെണ്ണുങ്ങളാണല്ലോ, മനുഷ്യരാണല്ലോ, അവർക്ക് വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു നമ്പൂതിരി പെണ്ണ് ആരെങ്കിലും അറിയാതെ നോക്കുകയോ പിടിക്കുകയോ ചെയ്തു പോയാൽ, അക്കാലത്ത് തിരുവിതാംകൂറിലുണ്ടായിരുന്നതാണ്. അതായത് പുലപ്പേടി, പറപ്പേടി, മണ്ണാപ്പേടി എന്ന് പറയുന്ന ഒരു പേടികളുണ്ടായിരുന്നു. അറിയാവുന്നതാന്ന് എന്ന് പറഞ്ഞാൽ നമ്പൂരി പെണ്ണ് നായർ പെണ്ണോ പുറത്തിറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു പുലയൻ അവിടെ നിന്നുകൊണ്ട് കണ്ടേ എന്ന് പറഞ്ഞാൽ മതി, പറയുകയും വേണ്ട. അവനൊരു കമ്പെടുത്തിട്ട് ഈ പെണ്ണിൻ്റെ പുറത്തിറങ്ങിയാൽ ഈ പെണ്ണ് അവനെ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് പുലപ്പേടി, പറപ്പേടി. അന്ന് ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ പുറത്ത് ചാടിയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജീവിതമാണ്, അവർക്ക് ആഗ്രഹങ്ങളുണ്ടാകും, പ്രണയമുണ്ടാകും. അങ്ങനെ ചാടിവരെ എല്ലാം എന്ന് ചോദിച്ചാൽ ഈ പുലപ്പേടി പറപ്പേടി പറഞ്ഞ് പുറത്താക്കും. പുറത്താക്കിയതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്വത്ത് ആ പെണ്ണിന് കൊടുക്കേണ്ടതെന്നുള്ളതാണ്. പണ്ട് സതീ സമ്പ്രദായത്തിൻ്റെ കേരളീയ രൂപമായിരുന്നു ഇത്. അങ്ങനെ ഈ പുറത്താക്കപ്പെടുന്ന പിന്നെന്താ അതിനേക്കാൾ കഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പെണ്ണ് പുറത്തു പോയാൽ അവളെ പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറയുന്ന പരിപാടി. പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചതിന് തുല്യമായ കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് പടിയടച്ച് പിണ്ടം വെക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചെയ്യുന്ന പരിപാടിയാണ് സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞ പരിപാടി. സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് പിഴച്ചു എന്ന് നമ്പൂതിരിക്ക് തോന്നിയാൽ, നിങ്ങൾക്കറിയാമോ ഈ വടക്കമ്പാട്ടിൽ ധാരാളം ഐതിഹ്യങ്ങൾ ഈ സ്മാർത്ത വിചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
മുച്ചിലോട്ട് ഭഗവതി എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. മുച്ചിലോട്ട് ഭഗവതിയുടെ ചരിത്ര കഥ എന്ന് പറയുന്നത് തന്നെയാണ്. അത്തരം കഥകളൊക്കെ നമ്മൾ കേട്ടാൽ അറപ്പുളവാകുന്ന കഥകളാണ്. സ്മാർത്ഥ വിചാരം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ, ഒരു കൂട്ടം നമ്പൂതിരിമാരെ, സ്മാർത്ഥനായിട്ടൊരാളെ, 2 മീമാംസകരെ, ഒരാഢ്യന്, ഒരു അകക്കോവിൽ എന്നും പുറക്കോവിൽ എന്നൊക്കെ പറയും, ഇവരെ വിളിച്ചു വരുത്തി അവർ കോടതി പോലെ തന്നെ ഈ പെണ്ണിനെ 5-ാം വരിയിലാക്കി അവളോട് ചോദ്യങ്ങൾ ചോദിക്കും. ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീ പിഴച്ചിട്ടുണ്ടോ, നീ ആരെ പ്രാപിച്ചു, ഏത് പുരുഷനെ പ്രാപിച്ചു, ഇന്ന ആളെയാണെന്നുള്ള തെളിവെന്ത്, അങ്ങനെ അടയാളം പറയണം, അങ്ങനെ അടയാളം പറഞ്ഞു കൊടുക്കണം. എന്നെ പ്രാപിച്ച ഇന്നയാളുടെ ഇന്നടത്ത് പാടുണ്ട്, ഇന്നടത്ത് മറുകുണ്ട് എന്നൊക്കെ പറയണം. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്മാർത്ഥ വിചാരം 1905 കുറിയേടത്ത് താത്രി എന്ന് പറയുന്ന പെണ്ണിനെയാണ് ആദ്യത്തെ സ്മാർത്ഥ വിചാരം നടത്തുന്നത്. അല്ല, ആദ്യത്തെ അല്ല, ഏറ്റവും പ്രസിദ്ധമായ സ്മാർത്ഥ വിചാരം. അതിൽ 66 പേരുടെ പേര് പെണ്ണ് പറഞ്ഞു. തന്നെ പ്രാപിച്ച 66 പേരുടെ പേര്. അതിൽ 66ാമത് പറഞ്ഞ പേര് ആരുടെ ആയിരുന്നറിയാമോ? 65 കഴിഞ്ഞപ്പോൾ സ്മാർത്ഥൻ പറഞ്ഞു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഇനി നീ പറയണ്ട. പക്ഷെ അവൾ പറഞ്ഞു, അത് കൊച്ചി രാജാവായിരുന്നു. അപ്പോൾ അത് അങ്ങനെ രാജാവ് അടക്കമുള്ള ആളുകളുടെ വ്യഭിചാര കഥകളാണ് ഈ കുറിയേടത്ത് താത്രി 1905 പ്രഖ്യാപിച്ചത്. ഇത് കേരളത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകളും നോവലുകളൊക്കെ ഉണ്ട് മലയാളത്തിൽ. 1918 ഒടുവിലത്തെ അർത്ഥവിചാരം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലെ മറ്റൊരു താത്രിയാണ്. ആ താത്രി 3 പേരുടെ പേരെ പറഞ്ഞുള്ളൂ. അങ്ങനെ കേരളത്തിലെ നമ്പൂതിരി പെണ്ണുങ്ങളെ, അങ്ങനെ ചെയ്യുന്ന കുറ്റം ചെയ്യുന്ന പെണ്ണുങ്ങളെ സാധനം എന്നാണ് വിളിക്കുന്നത്, പേരൽ പോലും വിളിക്കത്തില്ല. അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്രയും പ്രാകൃതമായ ഒരു സമൂഹം, അതായത് ഈ കഴിഞ്ഞ 1905 എന്നൊക്കെ പറയും, ഇന്നലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ കാര്യം പറയുന്നതല്ല, ഇത് പ്രാചീന കഥയൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രാകൃതമായ ഒരു സംസ്കാരം ലോകത്ത് ഏതെങ്കിലും ഒരു തലമുറയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ഇവരെ മനുഷ്യരാക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയിലേക്കായിരുന്നു VT അടക്കമുള്ള ആളുകൾ വന്നത്. 1908 യോഗക്ഷേമ സഭ ഉണ്ടാകുന്നു. ആ 8ാം അതിൻ്റെ വർഷവർഷം നടക്കുന്നു. അതിന് 1931 VT ഭട്ടതിരിപ്പാട് നേതൃത്വത്തിൽ യാചനായാത്ര, അതായത് നമ്പൂതിരി സമുദായത്തിലെ 31 വരെ നിൽക്കുന്ന VT ഭട്ടതിരിപ്പാടെന്ന് പറയുന്ന അസാമാന്യനായൊരു മനുഷ്യൻ, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത യുക്തിവാദികളിൽ ഇത്രയും വലിയൊരു യുക്തിവാദി ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം നമുക്ക് അവിശ്വസനീയമായ ഒരു ജീവചരിത്രമാണ് VT ഭട്ടതിരിപ്പാടിൻ്റെ. VT ഭട്ടതിരിപ്പാടാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെയും പാണ്ഡ്യം വാസുദേവൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിലാണ് യാചനായാത്ര. യാചനായാത്ര നടത്തുന്നത് ഭിക്ഷാടനമാണ്. 1931 ഏപ്രിൽ 7 മുതൽ 38 ദിവസം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള നമ്പൂതിരി കുടുംബങ്ങളിലേക്ക് ഒരു പിച്ചാപാത്രമായി നടന്നിട്ട് എന്തിനാണെന്നറിയോ? പള്ളിക്കുടം പോകും. അപ്പോൾ ഈ 1931 വരെ കേരളത്തിലെ നമ്പൂതിരിമാരും അക്ഷരം പഠിച്ചിട്ടില്ല. നമ്മളവർക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിന് ആ 18ാം 19ാം നൂറ്റാണ്ടിലേക്ക് വരെ പോകുന്ന ചരിത്രമാണ്. VT ഭട്ടതിരിപ്പാട് 17ാം വയസ്സിലാണ് അക്ഷരം പഠിക്കുന്നത്. VT അക്ഷരം പഠിക്കുന്നത് നമ്മൾ പറയും ഇവരെയൊക്കെ മഹാപണ്ഡിതന്മാരെന്ന് പറയാം. എന്തോന്ന് പണ്ഡിതൻ? ഈ ശ്ലോകങ്ങൾ കുറേ, വേദങ്ങൾ കുറേ കേട്ട് ഓതി പഠിക്കുകയാണ്, ചൊല്ലിപ്പഠിക്കും. കുറേ വേദങ്ങൾ ഇങ്ങനെ സാഹ ഊഹ ഹാഹ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ശ്ലോകങ്ങൾ ചൊല്ലുവന്നതിനപ്പുറത്തേക്ക് എഴുത്തും അറിയില്ല, വായന അറിയില്ല. ഇങ്ങനൊരു പ്രാകൃത സ്വഭാവം ഉണ്ടായിരുന്നു. ഈ സമൂഹത്തെയാണ് നമ്മൾ പണ്ഡിതന്മാരെന്ന് വേദപണ്ഡിതൻ എന്നൊക്കെ അവളെ കുറിച്ച്. എന്തോന്ന് പാണ്ഡിത്യം? എഴുത്തും വായന അറിയാൻ മേലാത്തവൻ എന്ത് പാണ്ഡിത്യം ഉള്ളത്? ഈ ചൊല്ലിക്കേട്ട കുറേ ഋഗ്വേദ മന്ത്രങ്ങൾ മാത്രം അപ്പുറത്തേക്ക് എന്താ അവർക്ക് അറിയാമെന്നൊന്നും അറിയാമായിരുന്നില്ല. അങ്ങനെ 1931 ആദ്യമായി നമ്പൂതിരിമാർ അക്ഷരം പഠിക്കാൻ ഒരു പള്ളിക്കൂടം തുടങ്ങി. ആ പള്ളിക്കൂടം തുടങ്ങാൻ വേണ്ടിയാണ് യാചനായാത്ര നടത്തി അവരെന്ത് ചെയ്യുന്നത്, ഇത് തുടങ്ങുന്നത്. അതിലേക്ക് നയിക്കുന്നത് ഈ യോഗക്ഷേമ സഭ, പിന്നീട് 1919 സ്ഥാപിക്കുക യുവജന സംഘം, അവരുടെ നേതൃത്വത്തിലുണ്ടായ ഉണ്ണി നമ്പൂരി പത്രം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളിലൂടെയൊക്കെയാണ് VT ഭട്ടതിരിപ്പാട് യുക്തിവാദത്തിലേക്ക് വരുന്നത്. അദ്ദേഹം ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊടുക്കാം എന്ന് 1933 ഏപ്രിൽ 22 ഉണ്ണി നമ്പൂരി പത്രത്തിലാണ് ഈ പ്രസ്താവന വരുന്നത്. അതോടുകൂടി, അതായത് 31 അദ്ദേഹം തുടങ്ങി വെച്ച വിപ്ലവ പ്രവർത്തനങ്ങൾ 33 അദ്ദേഹം പൂർണ്ണമായ ഒരു യുക്തിവാദിയാവുകയും ആ യുക്തിവാദിയായിട്ട് ഏറ്റവും വലിയ യുക്തിവാദിയായിട്ട് അദ്ദേഹം മാറുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ശ്രീദേവി എന്ന് പറയുന്ന ഭാര്യയുടെ മകനായിരുന്നു. ചെറുപ്പത്തിലെ വളരെ ഗ്രഹണി ബാധിച്ചൊരു ചെറുപ്പക്കാരനായിരുന്നു. 6ാം വയസ്സിൽ ഉപനയനം നടത്തി. 17ാം വയസ്സിൽ ശാന്തിക്കാരനായി. അവിടെ വെച്ചാണ് അദ്ദേഹം അക്ഷരം ആദ്യം വായിക്കുന്നത്. പിന്നീട് അദ്ദേഹം അക്ഷരം പഠിച്ച് ആ സ്കൂളിൽ അധ്യാപകനായി. ഇംഗ്ലീഷ് പഠിക്കാൻ തിരുവനന്തപുരത്ത് പോയി. പിന്നെ യോഗക്ഷേമ സഭയിൽ ക്ലർക്കായി. അത് കഴിഞ്ഞ് അദ്ദേഹം മംഗളോദയത്തിൽ ക്ലർക്കായിട്ട് വരുന്നു.
പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് വരുന്നതും മുമ്പേ ഞാൻ പറഞ്ഞ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന് പറയുന്ന നാടകത്തിലേക്ക് എത്തപ്പെടുന്നതും. അദ്ദേഹം ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. മാധവിക്കുട്ടി വാരസ്യാർ എന്നൊരു പെണ്ണിനെ സംബന്ധം കഴിക്കുകയും പിന്നീട് അദ്ദേഹം ICPയുടെ സഹോദരി ശ്രീദേവി 1930 കല്യാണം കഴിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു യുക്തിവാദിയായിട്ട് പരിവർത്തിക്കപ്പെടുന്നത് സഹോദരൻ അയ്യപ്പന്, MC ജോസഫ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, നാലപ്പാട് നാരായണമേനോന്, MRB, പ്രേംജി തുടങ്ങിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ബൗദ്ധിക നിലവാരമുണ്ടായിരുന്ന ആളുകളുമായിട്ടുള്ള സഹവാസം കൊണ്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുന്നതും. 1934 നമ്പൂതിരി സമുദായത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു വിധവ വിവാഹം, ഒരു വിധവയെ മറ്റൊരാൾ കല്യാണം കഴിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ആദ്യത്തെ മിശ്ര വിവാഹം ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുജത്തി പാർവതി 1940 രാഘവപ്പണിക്കർക്ക് വിവാഹം കൊടുത്തുകൊണ്ട് ആദ്യത്തെ മിശ്ര വിവാഹം നടത്തുന്നതും. അത് കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം, നമുക്ക് ആർക്കും ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, സ്വന്തം വീടും പറമ്പ് വിട്ടിട്ട് അദ്ദേഹം ഒരു കമ്മ്യൂൺ തുടങ്ങി. കമ്മ്യൂൺ കൊടുമുണ്ടയിൽ കുറേ വീടുകൾ, ഒരേ നിരയിൽ വീടുകൾ വന്നിട്ട് പലവിധ ആളുകളെ വിളിച്ച് അവിടെ താമസിപ്പിച്ചു. പക്ഷേ 2 വർഷം കൊണ്ട് പൊളിഞ്ഞു പോയി എന്നുള്ളത്, ആ പരീക്ഷണം പൊളിഞ്ഞു പോയെങ്കിലും ഇതൊരു വലിയ ആദർശത്തിൻ്റെ ഒരു ആൾരൂപമായിട്ട് VT പണ്ഡിതരി പറഞ്ഞാൽ നമുക്കാർക്കും ചെയ്യാൻ കഴിയാത്ത, ഇന്ന് പോലും നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ജീവിത മണ്ഡലങ്ങളിലേക്ക്, സമരമണ്ഡലങ്ങളിലേക്ക് പോയ ഒരു മഹാനായ പ്രതിഭയായിരുന്നു VT പണ്ഡിതരിപ്പാട്. പറയുക മാത്രമല്ല, പറയുന്നത് പ്രവർത്തിക്കുകയും, പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അത് എഴുതുകയും അത് പ്രചരിപ്പിക്കുകയും, അങ്ങനെ ജീവിതം അപ്പാടെ തന്നെ സ്വന്തം ജീവിതം ഉൾപ്പെടെ സഹോദരങ്ങളുടെ ജീവിതം ഉൾപ്പെടെ വളരെ വിപ്ലവകരമാക്കി മാറ്റിക്കൊണ്ട് നമ്പൂതിരി ഇല്ലങ്ങൾക്ക് പുറത്തേക്ക് അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ച ആളായിരുന്നു MRB. ഇതുപോലെ തന്നെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തുന്ന MRB ആണ്. ആ MRB 1934 യോഗക്ഷേമ സഭയുടെ ഉപയോഗത്തിൽ വെച്ചാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. 1934 സെപ്റ്റംബർ 14 ഉമ എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന. ആ ഉമയുടെ കാര്യം പറയുന്നത് 15-ാം വയസ്സിൽ വിധവയാക്കപ്പെട്ട ആ സ്ത്രീയെ, വളരെ തൻ്റേടിയായ, അഭിമാനിയായ, അല്ലെങ്കിൽ എന്തിനും തയ്യാറായിരുന്ന ഉമ അന്തർജനത്തെ വിവാഹം കഴിക്കുന്നു. ഉമയെ കല്യാണം കഴിക്കുന്നതോടെ MRBയെയും ഉമയെയും അവരുടെ കുടുംബക്കാർ പടിയടച്ച് പിണ്ടം വെക്കുന്നു, ഭ്രഷ്ട് കൽപ്പിക്കുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ കിടക്കാൻ വീട് പോലുമില്ലാതെയാണ് അവർ ജീവിച്ചത്. പക്ഷേ ആടിനെ വളർത്തി, പശുവിനെ വളർത്തിയൊക്കെയാണ് അവർ ജീവിച്ചത്. അങ്ങനെ വളരെ ദരിദ്രമായൊരു ജീവിത സാഹചര്യത്തിലാണ് MRB കുടുംബവും നടത്തിയത്. അവരെയൊക്കെ സഹായിക്കാനൊന്നും എൻ്റെ VT ഉണ്ടായിരുന്നു, പ്രേംജി ഉണ്ടായിരുന്നു, വള്ളത്തോളുണ്ടായിരുന്നു, നാലപ്പാടനുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകളെ സഹായിക്കുമായിരുന്നു, സാമ്പത്തികമായിട്ട് സഹായിക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ചില കടക്കാരൊക്കെ ഇവർക്ക് ആഹാരം കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വളരെ ദാരിദ്ര്യത്തിലാണ് വളർന്നു വന്നത്. വിശദാംശങ്ങളെ പോലെ അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന പ്രേംജി, MP ഭട്ടതിരിപ്പാടെന്ന് പറയുന്ന പ്രേംജി, നിങ്ങൾക്കറിയാം, സിനിമാ നടനായ പ്രേംജിയുടെ കാര്യം പറയുന്നത്. ദേശീയ അവാർഡ് നേടിയ പ്രേംജി, അദ്ദേഹത്തിൻ്റെ ഒരു നാടകമായിരുന്നു ഋതുമതി. അങ്ങനെ അദ്ദേഹമാണ് ആ 2ാമത്തെ വിധവാ വിവാഹം, ആര്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ 2ാം വിധവാഹം നടത്തിയത് പ്രേംജിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആണുങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ഈ നമ്പൂതിരി സമുദായത്തിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കേസരികളായ കുറേ സ്ത്രീകളുണ്ടായിരുന്നു. ഭയങ്കര, നമുക്കൊന്ന് ഇന്നും നമ്മുടെ സ്ത്രീകളാരും ചെയ്യാൻ മടിക്കുന്ന അത്ഭുതകരമായ ചില പ്രവർത്തനങ്ങളായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട പേര് ആര്യ പള്ളം എന്ന് പറയുന്ന ആളുടെ പേരാണ്. ആര്യ പള്ളം എന്ന് പറയും, പള്ളം കൃഷ്ണനെ കല്യാണം കഴിച്ചുകൊണ്ടാണ് അവരുടെ പേര് ആര്യ പള്ളം എന്നായത്. ആര്യ പള്ളത്തിൻ്റെ ഇവർക്ക് ഒരു കുട്ടി, 3 കുട്ടികളുണ്ട്, 3-4 കുട്ടികളുണ്ടായാലും ഒരു കുട്ടി മരിക്കുന്നത് ഇവർ ഭ്രഷ്ട് കൽപ്പിച്ചതുകൊണ്ട് മരുന്ന് മേടിക്കാൻ പോലും പോകാനാവാതെ 3-ാം വയസ്സിലൊരു കുട്ടി മരിച്ചുപോയി. ആ കുട്ടി മരിക്കുന്ന സമയത്താണ് MRBയുടെ കല്യാണം നടക്കുന്നത്. അപ്പോൾ MRBയുടെ കല്യാണം, ഈ കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് VT ഭട്ടതിരിപ്പാടും പ്രേംജിയൊക്കെ അവിടെ ചെന്നിട്ട് ആര്യ വള്ളത്തോട് പറയുന്നു, ആര്യെ കൊച്ചൊക്കെ മരിച്ചല്ലേ, അതുകൊണ്ട് അതിൻ്റെ 4-ാം പക്കമാണ് കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്, ആ കല്യാണത്തിൽ ആര്യ വരണമെന്നില്ല എന്ന് പറഞ്ഞ ഉടനെ മകൻ മരിച്ചു കിടക്കുന്ന ആ വേദിയിൽ നിന്ന് ആ പെണ്ണ് അയാളോട് ചോദിച്ചത്, അതെന്താ VT, എനിക്ക് പൊരയുള്ളത് കൊണ്ടാണോ നിങ്ങൾ ആ കല്യാണത്തിന് വരണ്ടെന്ന് പറയുന്നത് എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മാമൂല് പിന്തുടരുകയാണോ ചെയ്തതെന്ന് ചോദിക്കുകയും ഈ മകൻ്റെ മരണത്തിൻ്റെ 4-ാം ദിവസം നടന്ന കല്യാണത്തിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു. മാത്രമല്ല, ആദ്യമായി നമ്പൂതിരി സമുദായത്തിൽ ആദ്യമായി ബ്ലൗസ് ധരിക്കുന്ന പാർവതി നിലയങ്കോടിനൊപ്പം ബ്ലൗസ് ധരിച്ചത് ആര്യവള്ളമാണ് 31. ഇതാണ് ഞാൻ പറഞ്ഞത്. പരിഷ്കാര സമ്പന്നമായ ഹർഷഭാരത സംസ്കാരത്തിൻ്റെ ചെപ്പേടുകളായി വാഴ്ത്തപ്പെടുന്ന നമ്പൂതിരി സമുദായത്തിലെ പെൺകുട്ടികൾ ആദ്യമായി നാണം മറിച്ച് പുറത്തിറങ്ങുന്ന, കോശ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊളിച്ച് പുറത്തിറങ്ങിയത് പാർവതി മനേഴി, ലളിതാംബി അന്തർജനം, പാർവതി നിലയങ്കോട്, നീലിമംഗലത്ത്, ദേവകി നരിക്കാട്ടിരി,
ആര്യ പ്രേംജി, ദേവകി നിലയങ്ങോട്, ES സരസ്വതി തുടങ്ങിയിട്ടുള്ള ആ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചതിൽ വളരെ നിർണായകമായി പങ്കുവഹിച്ച ആളായിരുന്നു ആര്യവള്ളം. എന്ന് മാത്രമല്ല, അക്കാലത്തെ നമ്പൂതിരി സമുദായത്തിന് ഏറ്റവും പേടിയുണ്ടായിരുന്നൊരു സ്ത്രീയായിരുന്നു ആര്യവള്ളം. ആര്യക്കെതിരെ പാട്ടുകളൊക്കെ വരെ ഇറക്കിയിട്ടുണ്ട്. ആര്യ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയായിരുന്നു. ആര്യ വെറും ഒരു യുക്തിവാദി മാത്രമായിരുന്നില്ല. അവരാദ്യകാലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകയായിരുന്നു. പിന്നീട് അവർ സോഷ്യലിസ്റ്റ് കോൺഗ്രസിലേക്ക് വരുന്നു. അവസാനം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നു. ഒട്ടേറെ P. കൃഷ്ണപിള്ള, AKG അടക്കമുള്ള നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒളിവിലിരുന്നിട്ടുള്ളത് ആര്യയുടെയും അതുപോലെ തന്നെ പാർവതിയുടെയും വീട്ടിലാണ്. അങ്ങനെ ഇരുന്ന് എൻ്റെ പേര് തല്ലുകൊണ്ടിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. പാലിയ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അവർ അടിമേടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ തെക്കൻ കേരളത്തിൽ അയ്യങ്കാളിൻ്റെ നേതൃത്വത്തിൽ കല്ലയും മാലയും ബഹിഷ്കരിച്ച് ദലിത് സ്ത്രീകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചെങ്കിൽ ഈ 30കൾക്ക് ശേഷം വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് കൊപ്പം മേഖലയിൽ ദലിത് സ്ത്രീകളുടെ കല്ലയും മാലയും അറുത്ത് കളഞ്ഞ് അവരെ അമ്പലക്കുളത്തിൽ കുളിപ്പിച്ച് അമ്പലത്തിനുള്ളിൽ കടത്തുക എന്ന് പറയുന്ന ധീരമായ പ്രക്രിയ വരെ ചെയ്ത ആളായിരുന്നു ആര്യവള്ളം. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ നമ്മളെ ഒരു മുഖ്യധാരയിലൊന്നും ഇവരുടെ ആരും പേര് പോലും വരുന്നില്ല. കാരണം അവരുടെയൊക്കെ ചരിത്രം പുറത്തു വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നോ ഇവരുടെ ജീവിതമെന്ന ആളുകൾ ചിന്തിക്കുമായിരിക്കാം. എന്തായാലും സമുദായത്തിന് പോലും ഭയമുണ്ടായിരുന്ന ധീരയായൊരു വനിതയായിരുന്നു ആര്യവള്ളം. അവർ പാർട്ടിക്കാരെ ഒളിവിൽ പാർപ്പിച്ചതിൻ്റെ പേരിൽ പോലീസിൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങളുടെ ചരിത്രത്തിൽ നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളുന്നുണ്ടല്ലോ. അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ കേരളത്തിൽ എത്രയോ സ്ത്രീകൾ നമ്മുടെ സമരരംഗത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ, പഠിക്കണം. ഇപ്പോൾ ബാലി സത്യാഗ്രഹത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടംകുളം സമരത്തിൽ PC കുറുമ്പ എന്ന് പറയുന്ന ഒരു ദലിത് സ്ത്രീയാണ് സമരത്തിൽ അടികൊണ്ട് താഴെ വീഴുന്നത്. മാത്രമല്ല അവരെ നഗ്നയാക്കി പുരുഷ തടവുകാരുടെ കൂടെ ഇട്ട് നഗ്നയാക്കി അടിച്ചിട്ടുണ്ട് പോലീസ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രം. അതുപോലെ തന്നെ പാലി സത്യാഗ്രഹത്തിൽ ഇതുപോലെ കാളി എന്ന് പറയുന്ന ഒരു ദലിത് സ്ത്രീയാണ് ആദ്യം അമ്പലത്തെ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് ചാടിക്കിടന്നുകൊണ്ട് ഐത്യം നശിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ കേരളത്തിലെ സ്ത്രീകളുടെ സമരചരിത്രത്തിൽ ഇങ്ങനെ ഒട്ടേറെ നാമങ്ങളുണ്ട്. അതിൽ മറ്റൊരു നാമമായിരുന്നു പാർവതി നെന്മിനി മംഗലം എന്ന് പറയുന്നത്. ഈ പാർവതി നെന്മിനി മംഗലം അതുപോലെ തന്നെ ഈ വൃദ്ധ വിവാഹം തടയാനും അവളുടെ അന്തർജന സമാജത്തിൻ്റെ നേതാവായിരുന്നു. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നാടകം ഇവരെല്ലാം കൂടി സംഘടിപ്പിച്ചൊരു നാടകമാണ്. അത് നമ്പൂതിരി സ്ത്രീകളുടെ ഗതികേടിനെ വർണ്ണിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് പത്തിയിൽ പ്രിയദത്ത എന്ന് പറയുന്ന ആ സ്ത്രീയെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ SLC പാസ്സായ പെണ്ണ്. അവൾ SLC പഠിച്ചു എന്നതുകൊണ്ട് തന്നെ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുകയും പക്ഷേ അവൾ പിന്നീട് ഒരു അധ്യാപികയായിട്ട്, അങ്ങനെ നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ 10ാം ക്ലാസ്സുകാരിയും ആദ്യത്തെ അധ്യാപികയുമാണ് പത്തിയിൽ പ്രിയദത്ത. പിന്നെ ധാരാളം പ്രിയദത്ത കല്ലാട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പാർവതി നെന്മി നിലയങ്ങോടുണ്ട്. അങ്ങനെ ധാരാളം സ്ത്രീകൾ ആ സ്ത്രീകളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് വന്ന് അടുക്കള ബഹിഷ്കരിച്ചുകൊണ്ട് അരങ്ങത്തേക്ക് വന്ന് ഒരു സമൂഹത്തിന് ആധുനിക സംസ്കൃതിയിലേക്ക് പിടിച്ചുയർത്തിയ വലിയൊരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ നമ്പൂതിരി സമുദായത്തിലെ വീട്ടിവട്ടതിരിപ്പാട് മുതൽ പത്തിയിൽ പ്രിയദത്ത വരെ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ. പറഞ്ഞു വന്നത്രേ ഉള്ളൂ. കേരളത്തിലെ ഓരോ സമുദായത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും ക്രൈസ്തവ സമൂഹ രൂപീകരണം എങ്ങനെയാണ് ഉണ്ടായത്, ഇസ്ലാമിക ചരിത്ര രൂപീകരണം എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഓരോ ദലിത് പിന്നാക്ക വിഭാഗങ്ങളുടെയും സമര രൂപീകരണം അല്ല സമുദായ രൂപീകരണ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സമുദായം എന്ന നിലയിൽ ഏറ്റവും ഒടുവിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു കേരളത്തിലെ നമ്പൂതിരിമാരുടെ ചരിത്രം. അങ്ങനെ അവർ മുന്നോട്ട് വരികയും ചെയ്തതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഈ പറയുന്ന അവകാശങ്ങൾ ലഭിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ നമ്മൾ വളരെ ഉന്നതമായ, പരിപാവനമായ, വിശുദ്ധമായ എന്തോ വലിയൊരു സംസ്കൃതിയുടെ, ആര്യ സംസ്കൃതിയുടെ ഒരു മഹത്തായ കർമ്മമായിട്ട് നമ്മൾ അവരെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് സത്യത്തിൽ ചരിത്രത്തോട് നമ്മൾ നടത്തുന്ന നീതികെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രം ഞാൻ പറയുന്നു. വളരെ ഏറെ ഇതുമായിട്ട് ഞാൻ ഈ ഒരു വിഷയം മാത്രം പറയാനുള്ള കാരണം, നാം ഇതുവരെ ചരിത്രത്തിൽ പഠിച്ചു കേട്ടുള്ളത് നമ്മൾ ധാരാളം മറ്റു ബന്ധയിൽ അയ്യങ്കാളിയുടെയോ നാരായണ ഗുരുവിൻ്റെയോ അല്ലെ കറുപ്പൻ്റെയോ C. കേശവൻ്റെയോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ നമ്പൂതിരി സമുദായത്തിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള പ്രക്രിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നത് VT അടക്കമുള്ള യുക്തിവാദികളാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, VTയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ VT എന്ന യുക്തിവാദിയെക്കുറിച്ച് നമ്മൾ കേൾക്കില്ല. അതാണ് നമ്മുടെ ഒരു ചരിത്രം എഴുതുന്ന ആളുകളുടെ ഒരു പ്രത്യേകത. അവരങ്ങനെയുള്ള കാര്യം പറയുമ്പം ആ യുക്തിവാദവും ദൈവവിരുദ്ധമായ അല്ലെങ്കിൽ മതവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ VTയൊക്കെ അതിശക്തമായി വേദങ്ങളെ നിഷേധിച്ചുകൊണ്ട് വേദ പാരമ്പര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് അവരൊക്കെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതും
അവരുടെ യുക്തിവാദം കൊണ്ട് അവരുടെ ജീവിതത്തിലെ പറയുക മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ പ്രയോഗിക്കുക എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള നിലപാടിൽ നിന്നും വിശ്രവാഹം അടക്കമുള്ള കാര്യം നടത്തി ജാതിക്കെതിരായിട്ടുള്ള മതത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തിയ നേതാക്കന്മാരായിരുന്നു ഈ പറയുന്ന ആൾ എന്നുള്ളതെല്ലാം മനസ്സിലാക്കണം. അങ്ങനെ സ്ത്രീ മുന്നേറ്റത്തിലൂടെ സാഹിത്യത്തിലൂടെ ഒരു സമൂഹത്തെ പരിഷ്കരിച്ചെടുക്കുകയും മനുഷ്യരല്ലാതിരുന്ന വളരെ പ്രാകൃതമായിരുന്ന മരുമകത്തായത്തിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുന്നത് ക്ഷേത്രകാര്യങ്ങളുടെയും മുമ്പ് ഞാൻ പറഞ്ഞു തേവിടിശി ചരിത്രത്തിൽ നിന്നുമൊക്കെ വളരെ കൃത്യമായ സമൂഹത്തെ പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ മനുഷ്യരാക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും വസ്ത്രമെടുക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് അവരെ വലിയൊരു സാമൂഹിക പരിവർത്തന പ്രക്രിയയിലേക്ക് കൊണ്ടു നടത്തിയത് വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെ MRVയെ പോലെ ആര്യ വള്ളത്തെ പോലുള്ള യുക്തിവാദ പ്രവർത്തകരായിരുന്നു എന്ന കാര്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ ചരിത്രം മറന്നുപോയ ഒരു കാര്യമാണ്. അത്തരം മറന്നുപോയ ഒരു ഏടിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം.